ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാവിലെ അയൺ റിച്ച് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കോഫിയോ ചായയോ കൂടെ കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ അബ്സോർപ്ഷനെയാണ് ബാധിക്കുന്നത്. വിച്ച് മീൻസ് അത് നിങ്ങളുടെ അയൺ അബ്സോർപ്ഷനെ സ്ലോ ഡൗൺ ചെയ്യും. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അയൺ നിങ്ങളുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാതെ ആവും. സോ നിങ്ങൾ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 1 hour ഗ്യാപ്പെങ്കിലും ഇട്ടിട്ട് വേണം കുടിക്കാനായിട്ട്. ഇത് എസ്പെഷ്യലി ബാധിക്കുന്നത് അനീമിക് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും. ഓൾറെഡി അനീമിയ ആണ് അവർക്കുള്ളത്. അപ്പോൾ അവർ അയൺ റിച്ച് ഫുഡ് കഴിക്കാൻ മാക്സിമം നോക്കും. പക്ഷെ അവർ അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അയൺ റിച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അവരതിൻ്റെ കൂടെ ചായ അല്ലെങ്കിൽ കോഫി കൂടെ കുടിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയൺ പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കത്തില്ല. സോ അവർ വീണ്ടും അനീമിക് ആയിട്ട് തന്നെ തുടരും. അപ്പൊ അങ്ങനെ അബ്സോർപ്ഷനെ സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ എസ്പെഷ്യലി അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയൺ റിച്ച് ഫുഡിന്റെ കൂടെ ചായയോ കോഫിയോ കുടിക്കരുത്. മിനിമം ഒരു 1 hour ഗ്യാപ്പെങ്കിലും ഇടണം. അപ്പൊ അനീമിക് ആയിട്ടുള്ളവര് ഇത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അയൺ റിച്ച് ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് ത്രൂ ഡയറ്റ് ബൈ ഗായത്രി. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. ബൈ.